സന്ത് തുളസീദാസ് ഹനുമാനെ സ്തുതിച്ചുകൊണ്ട് രചിച്ച 40 ശ്ലോകങ്ങളുള്ള സ്തോത്രമാണ് ഹനുമാൻ ചാലീസ. ചാലീസ എന്നാൽ 40 എന്നാണ് അർത്ഥം. മനുഷ്യരാശിക്ക് ലഭിച്ച ഒരു വരദാനമാണ് ഈ കൃതി. നമ്മുടെ മനഃശുദ്ധിക്കായിട്ടും ഭക്തിക്കായിട്ടും ജ്ഞാനം നേടാനും ഈശ്വരനോട് അടുക്കാനുമൊക്കെ നമ്മളെ സഹായിക്കുന്ന മനോഹരമായ ഒരു കൃതിയാണ്. വിഷ്ണു അവതാരങ്ങളെപ്പോലെ തന്നെ മഹാദേവൻ്റെ അവതാരങ്ങളിൽ ചിരഞ്ജീവിയായി വാഴുന്ന ശ്രീരാമദാസനാണ് ഹനുമാൻ. ഏകാദശ രുദ്രന്മാരിൽ 11ാമത്തെ രുദ്രനാണ് ഹനുമാൻ സ്വാമി. നമ്മൾ മനുഷ്യരുടെ ബലഹീനതകൾ എന്ന് പറയുന്നത് 11 എണ്ണമാണ്, 11 ഇന്ദ്രിയങ്ങൾ. ഈ 11 ഇന്ദ്രിയങ്ങളെയും അടക്കി വേണം നമ്മൾ ഏകാദശി വ്രതം അനുഷ്ഠിക്കാൻ എന്നാണ് എല്ലാ പുരാണങ്ങളിലും പറയുന്നത്. കാരണം ഈ 11 പേര് ചേർന്നിട്ടാണ് നമ്മളെ ആത്മീയമായിട്ട് ദുർബലരാക്കുന്നത്, അജ്ഞാനിയാക്കുന്നത്, മായക്കടിമപ്പെടുത്തുന്നത്. അതിൽ നിന്നൊക്കെ മോചനം നേടാൻ, അതായത് ഈ 11 ദുർഗണങ്ങളെയും തരണം ചെയ്യാൻ സഹായിക്കുന്ന ശക്തി ചൈതന്യമാണ് ഹനുമാൻ സ്വാമി. ശക്തി ചൈതന്യമുള്ള സ്തോത്രമാണ് ഈ ഹനുമാൻ ചാലീസ. പതഞ്ജലി സൂത്രം അനുസരിച്ച് നമ്മുടെ 5 ക്ലേശങ്ങൾ, അജ്ഞാനം, അഹങ്കാരം, രാഗം, ദേഷ്യം, ഭയം, 6 വികാരങ്ങൾ, കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം, ഇത്രയും ചേർന്നതാണ് നമ്മുടെ 11 ബലഹീനതകൾ. ഹനുമാൻ 11ാമത്തെ രുദ്രൻ മാത്രമല്ല, അനന്തമായ ജ്ഞാനത്തിൻ്റെയും ബുദ്ധിയുടെയും ശക്തിയുടെയും മൂർത്തിഭാവം കൂടിയാണ്. തുളസീദാസിനെ ഒരിക്കൽ അക്ബർ ചക്രവർത്തി ജയിലിലടച്ചിരുന്ന ഒരു കഥയുണ്ടല്ലോ. ശ്രീരാമദേവൻ്റെ പ്രത്യക്ഷ ദർശനം കിട്ടിയ വ്യക്തിയാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ അക്ബർ ചക്രവർത്തി അദ്ദേഹത്തെ വെല്ലുവിളിക്കുകയാണ്, ശ്രീരാമനെ കാണിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട്. അന്നേരം തുളസീദാസ് പറയും, അത് സാധ്യമല്ല. ആ ഉത്തരത്തിൽ ദേഷ്യപ്പെട്ടിട്ടാണ് അദ്ദേഹത്തെ ജയിലിലടയ്ക്കുന്നത്. ആ സമയം അദ്ദേഹം വളരെ ഭക്തിപൂർവം എഴുതിയതാണ് ഈ ഹനുമാൻ ചാലീസ. നിത്യേന ജപിക്കുകയാണെങ്കിൽ ആയുരാരോഗ്യ സൗഖ്യവും ജീവിതത്തിന് പുതിയൊരർത്ഥവും ഉണർവും സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകും. പ്രത്യേകിച്ച് ശനിദശാകാലം അല്ലെങ്കിൽ രാഹുദശാകാലമുള്ളവർക്ക് ഉത്തമ പരിഹാരമാണ് ഹനുമാൻ ചാലീസ ജപിക്കുക എന്നുള്ളത്. ചൊവ്വാഴ്ചയും ശനിയാഴ്ചയും കൂടുതൽ തവണ ജപിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ്. ഇനി ജപിക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഭക്തിയോടെ നിത്യവും കേൾക്കുന്നതും തുല്യ ഫലം നൽകുന്നതാണ്.